നമ്മൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി തന്നെയാണ് ഇന്നുള്ളത്. ഇത് മുനിസിപ്പാലിറ്റി ചുഴലി എന്ന് പറഞ്ഞൊരു ഭാഗം കേട്ടോ. ചുഴലി എന്നാണ് ഇവിടെ പറയുക. നമ്മൾ പുത്തൂർ വയൽ വഴിയും വരാം, നമ്മളെ KSRTC ഗ്യാരേജ് വഴിയും വരാം. ഇതൊക്കെ ഈ ഭാഗത്തുള്ള റിസോർട്ടുകൾ കേട്ടോ. ഒരുപാട് വലിയ റിസോർട്ടുകളുള്ളൊരു ഭാഗമാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയാണ്. നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കുറേ ബോർഡ് കാണുന്നുണ്ടാവും. ഇത്രയും റിസോർട്ടുള്ളൊരു ഭാഗം കേട്ടോ ഇത്. മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് സ്ഥലത്തിന് നല്ല വിലയുണ്ട് കേട്ടോ ഇത്. കാരണം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഏരിയ ആണ്, അതുകൊണ്ട് ലാൻഡിന് നല്ല വില വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് ചെമ്പ്രേൻ്റെ നല്ല വ്യൂ ഉണ്ട്. അത്യാവശ്യം കുറച്ച് കാപ്പിത്തോട്ടങ്ങളുണ്ട്. നമ്മളെ കല്ലാട്ട് ബ്രിട്ടീഷ് ബംഗ്ലാവൊക്കെ ഈ വഴിക്കാണ്. അതിൽ കുറേ ആൾക്കാർ ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്പാ സെൻറ്റർ കാണുന്നുണ്ടാവും, ക്യൂൻ വെൽനസ്. അങ്ങനെ കൊമേഴ്ഷ്യലി ഒരു തെളിഞ്ഞ ഏരിയ ആണിത്. എന്നാൽ നല്ല പ്രൈവസി ഉള്ള, എന്നാൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി തന്നെ ടൗണിന് തൊട്ടടുത്ത് അങ്ങനത്തെ ഒരു ലാൻഡാണ്. അപ്പോൾ നമ്മളിന്ന് കാണാമെന്നൊരു 45 സെൻറ്റ് ലാൻഡാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ലാൻഡാണ്. ഈ വഴിക്ക് നമ്മൾ ലാൻഡ് വിറ്റിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചാനലിൽ ഇട്ടിട്ട് ഈ വഴിക്കുള്ള ഒരു 60 സെൻറ്റോളം നമ്മൾ വിറ്റിട്ടുണ്ട്. ഇതൊക്കെ പുതിയ വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഏരിയ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെമ്പ്രേൻ്റെ ഒരു നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ചയാണ്. ചെമ്പ്രേൻ്റെ ഒരു നല്ല വ്യൂ ആണ്. ചെമ്പ്ര ഓരോ ഏരിയയിൽ നിന്ന് ഓരോ ടൈപ്പിലാണ് കാണുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര വലിയൊരു രൂപത്തിലാണ് ഇവിടെ കാണുക. നമ്മളീ പോകുന്ന റോഡിനാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് റോഡും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലാണ് നമ്മളെ ലാൻഡ് വരുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുക, ലാൻഡ് എത്തിയിട്ട് എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഈ റോഡുമില്ലാട്ടോ നിൽക്കുന്നത്. ഈ റോഡ് ഇങ്ങനെ പോവാണ്. ഇത് നേരെ KSRTC ഗ്യാരേജ് കൽപ്പറ്റ തന്നെ. ഇതിലെ പോയാലും കൽപ്പറ്റ, ഇതിലെ പോയാലും കൽപ്പറ്റ. ഇതാണ് നമ്മളെ എൻട്രി. ഈ ഗേറ്റ്, ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളെ ലാൻഡിലോട്ട് പോകുന്നത്. നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന്. തേയിലേൻ്റെ ഒക്കെ സൂപ്പർ വ്യൂ ആണ്. തേയില അവിടെ വെട്ടി വെച്ചിരിക്കുകയാണ്, ആവാനുണ്ട്. നല്ല ഒരു മലേൻ്റെ വ്യൂ ഉണ്ട് ഇവിടെ, ചെറിയൊരു മലേൻ്റെ. അപ്പോൾ ഇതിലിങ്ങനെ കയറുകയാണ് നമ്മൾ. ഇത് നമ്മളെ പ്രൈവറ്റ് വഴിയാണ്. രണ്ട് സൈഡും നിങ്ങൾ കാണുന്നുണ്ടാവും, വേലിയുണ്ട്. അത്യാവശ്യം എല്ലാ വണ്ടിയും സുഖമായിട്ട് കയറിപ്പോവും. ഇതിങ്ങനെ വന്നിട്ട് നമ്മളൊരു സ്ഥലത്താണ് എത്തുന്നത്. ഒരു ഗ്രൗണ്ട് മാതിരി നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാണ് നമ്മളെ ലാൻഡ്. ഇതാ ഇങ്ങനെ കിടക്കുകയാണ്. അതായത് എല്ലാ സൈഡും ഫെൻസിങ് വേലി കാണുന്നുണ്ടാവും നിങ്ങൾ. ഈ സൈഡും വേലിയുണ്ട്. ഈ കാലിയായിട്ട് കിടക്കുന്നതാണ് നമ്മളെ ലാൻഡ്. നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടോ. കുറച്ച് തെങ്ങുണ്ട് കേട്ടോ ഇതിൽ. ഒരു 6-7 തെങ്ങുണ്ട്. അത്യാവശ്യം കായ്ക്കുന്ന തെങ്ങാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ലാൻഡ് കിടക്കുന്നത്. അവിടെ വരെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് മേലോട്ട് ഒരു പീസായിട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു പോർഷൻ കണ്ടില്ലേ നിങ്ങൾ? ഇത് അവിടം വരെ വരുന്നുണ്ട്. 45 സെൻറ്റ് ലാൻഡ് ഉണ്ട്. ഇതൊക്കെ നല്ല വീതി ഉണ്ട് കേട്ടോ. വീഡിയോയിൽ ഈ കാലി സ്ഥലത്തിൻ്റെ വീതി നിങ്ങൾക്ക് മനസ്സിലാവില്ല, നേരിട്ട് വന്ന് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത്യാവശ്യം നല്ല വീതിയുള്ള ഏരിയ ആണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ സ്കെച്ച് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഇതിങ്ങനെ നേരെ ഇവിടെ എൻഡിങ് ആണ് ഈ ലാൻഡ്. ആ തെങ്ങ് കണ്ടില്ലേ? തെങ്ങൊക്കെ നമ്മളെ ലാൻഡിൽ വരുന്ന കേട്ടോ. ഈ സൈഡ് വേറൊന്നുമില്ല. ഈ സൈഡിൽ കാപ്പിത്തോട്ടമുണ്ട്, ആ സൈഡിലും കാപ്പിത്തോട്ടമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ലാൻഡ്. നമുക്കെന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു പുഴയുണ്ട്. അതെന്താ സ്ഥിതി ഒന്ന് നോക്കാം. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും, പക്ഷേ 45 സെൻറ്റ് ലാൻഡ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നടക്കാനും ഉണ്ട്.
ഇത് കാട് പിടിച്ച് കിടക്കായിരുന്നു, ഇവരിപ്പോൾ ഒന്ന് നീറ്റാക്കി ഇട്ടതാണ്. സൈഡൊക്കെ വേലി നിങ്ങൾ കാണുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഇത്. ഇവിടം വരെ ഒരേ ലെവലാണ്. ഇവിടെ നിന്ന് താഴോട്ട് പുഴയാണ്. പുഴ ആയതുകൊണ്ട് താഴോട്ട് ഒരു ഹൈറ്റ് കുറച്ച് താഴെയാണ് പുഴ കിടക്കുന്നത്. അത് വലിയൊരു ഗുണമാണ് കേട്ടോ നമുക്ക്. അതായത് ഒരിക്കലും ഇതിൽ വെള്ളം കയറില്ല. എല്ലാവർക്കും പുഴ സൈഡിൽ സ്ഥലം ഇഷ്ടമാണ്, പക്ഷേ വെള്ളം കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും ടെൻഷനാണ്. അപ്പോൾ ഇത് പുഴ എന്നൊന്നും പറയാനില്ല, പക്ഷേ ചെറിയ അരുവിയല്ല കേട്ടോ. അത്യാവശ്യം മഴക്കാലത്ത് നിറയും, ഇത് നിറഞ്ഞ് കവിയും. മഴക്കാലത്ത് നല്ല രസമാണ് ഇത് കാണാൻ. അത്യാവശ്യം വീതിയുള്ളൊരു പുഴയാണ് കേട്ടോ. അപ്പോൾ താഴെ വരെ നമ്മളെ ലാൻഡ് കിടക്കുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് എൻട്രി ഉണ്ട്. നമ്മളൊരു ഹോം സ്റ്റേ കോട്ടേജസൊക്കെ ചെയ്ത് താഴോട്ടൊരു സ്റ്റെപ്പൊക്കെ, നല്ല കല്ലിൻ്റെ സ്റ്റെപ്പൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് പുഴയിലോട്ട് ഡയറക്റ്റ് എൻട്രി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ട് താഴോട്ട്. ഇവിടുന്ന് അങ്ങോട്ട് നിരന്ന ലാൻഡാണ്. ലാൻഡ് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു പുഴേൻ്റെ സൗണ്ടൊക്കെ, ഒരു അരുവീൻ്റെ സൗണ്ടൊക്കെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പുഴയോരത്ത് ഒരു വീട് വെക്കാനും ഹോം സ്റ്റേ കെട്ടാനും താല്പര്യമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ഒരുപാട് കോള് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ലാൻഡ് ചെറിയ ലാൻഡാണ്, 45 സെൻറ്റേ ഉള്ളൂ. മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് വിലയുണ്ട്, എന്നാലും ഞാൻ ആ വില ഞാൻ പറയാം. അപ്പുറത്തെ തേയിലത്തോട്ടാട്ടോ ഇത്. അത് തേയില കാട് പിടിച്ച് പോയി കിടക്കുകയാണ്. അതിപ്പോൾ അവർ അവിടുന്ന് ഞാൻ നേരത്തെ കാണിച്ച ഭാഗം മുതൽ വെട്ടി വരുന്നുണ്ട്, ഒറ്റ എസ്റ്റേറ്റ് അത്. അപ്പോൾ അത് ഇവിടെ എത്തുമ്പം നമുക്ക് നല്ല തേയിലേൻ്റെ നല്ല സൂപ്പർ വ്യൂവും കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യണം. ഞാനിപ്പോൾ വില പറയും കേട്ടോ, അതും കൂടെ കേട്ടിട്ട് മാത്രമേ എക്സിറ്റ് ആവാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് വില കാണില്ല. അപ്പം എല്ലാവരും അടിയിൽ വില എത്രയും ചോദിക്കും. അപ്പോൾ വില ഞാനിപ്പോൾ പറയും, അതും കൂടെ കേൾക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വിലയും കൂടെ ഒന്ന് കേൾക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, 45 സെൻറ്റ് ലാൻഡ്, കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയാണ്. പുഴയുടെ സൗകര്യമുണ്ട്. നമുക്ക് അത്യാവശ്യം ഹോളിഡേ ഹോമിനും എല്ലാത്തിനും പറ്റുന്ന ലാൻഡാണ്. റോഡ് സൗകര്യമുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. നിരന്ന ലാൻഡാണ്. മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് വില ഉണ്ടാവും, ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില 2 ലക്ഷം രൂപയാണ്. സെൻറ്റ് വില 2 ലക്ഷം രൂപ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.